കഴുതയ്ക്ക് തെറിയുമാ കർപ്പൂര വാസനൈ എന്നൊരു തമിഴ് പഴമൊഴിയുണ്ട്. കഴുതയ്ക്ക് നല്ല മണം കർപ്പൂരത്തിൻ്റെതേ ആസ്വദിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അതിനെ കഴുത എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു കഴുതയ്ക്ക് കുയിൽ നാദം കേട്ടിട്ട്, കുയിലേ, നിന്റെ ശബ്ദം എങ്ങനെയടേ ഇത്രയും ഗാംഭീര്യമുള്ള, ഇത്രയും മധുരിമ നൽകുന്നതായിട്ട് ലഭിച്ചിരിക്കുന്നത്? എന്നെയും കൂടി നീ ഒന്ന് പഠിപ്പിക്കും എന്ന് ഈ കഴുത. അപ്പോൾ കുയില് പറഞ്ഞു, രാവിലെ വെളുപ്പിനെ നല്ല മഞ്ഞ് വീഴ്ച, ആ കുളിർമ, അത് എന്നെ വല്ലാതെ സ്വാധീനിക്കും. ഞാൻ അറിയാതെ പാടിപ്പോവും ആ സന്തോഷത്തിൽ. പ്രകൃതിയാണ് എന്നെ നയിക്കുന്നത് എന്ന് ഈ കുയില് ഈ ഒരു കഴുതയോട് ഉത്തരം കൊടുത്തു. അപ്പോൾ കഴുത പറഞ്ഞു, എങ്കിൽ ഞാനും നാളെ മുതൽ രാവിലെ ഈ മഞ്ഞ് വീഴ്ച സ്വീകരിക്കും, ശ്വാസം എടുത്ത് ഉള്ളിലേക്ക് എടുത്തേ. അങ്ങനെ ഈ കഴുത രാവിലെ ഈ മഞ്ഞ് സ്വീകരിച്ച് ജലദോഷവും തലവേദനയും പനിയുമായിട്ട് കിടപ്പിലായി. ഉള്ള ശബ്ദവും കൂടി പോയി. അങ്ങനെ അസുഖബാധിതനായിട്ട് സത്യത്തിൽ ഈ കഴുത ചത്തുപോയി. പാടാൻ ശ്രമിച്ചിട്ടേ അത്രയ്ക്ക് സിവിയറായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ കഴുത അധപ്പതിച്ചു. അതുകൊണ്ട് അവരവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അവരവർ ചെയ്താൽ മതി. അവരവരുടെ പരിധികൾ സ്വീകരിക്കുക. ഇല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ചെന്ന് ഭവിക്കുക. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഉയർച്ചയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിജയവും കണ്ട് അതുപോലെ തന്നെ ഞാനും അങ്ങോട്ട് എടുത്തു ചാടിക്കളയും എന്ന് റിസ്ക് എടുക്കുന്ന മണ്ടത്തരമാണ്. നമുക്ക് ജീവിതത്തിൽ റിസ്ക് എടുക്കണം, പക്ഷേ അതിന് കാൽക്കുലേറ്റഡ് റിസ്ക് ആയിരിക്കണം. അതാണ് ഈ കഥയുടെ പൊരുൾ. അതുകൊണ്ട് അവരവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഉയരങ്ങളിലെത്തുക, അതാണ് വാസ്തവികത, അതാണ് പ്രകൃതി നിയമം, അതാണ് സത്യം. കാരണം ജന്മസിദ്ധമായിട്ട് ചില വാസന ഉണ്ട്. എല്ലാവരും ബുദ്ധി കൊണ്ട് മാത്രമല്ല ലോകത്തിൻ്റെ നെറുകയിലെത്തിയിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ചില സത്യങ്ങൾ കൂടി ഉണ്ട്. പ്രയത്നം നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കണം, നമ്മൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഗുണം എന്തായാലും കിട്ടും. അല്ലാതെ ഈ സത്യത്തിൽ നിഗൂഢമായിട്ടുള്ള ചില സത്യങ്ങൾ കൂടി നാം ഓർക്കേണ്ടതുണ്ട്. മനുഷ്യരായിട്ടുള്ള നമ്മൾ ചിലപ്പോൾ വിദ്യാഭ്യാസം ഇല്ല, ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിട്ടുള്ളവരൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനമാനങ്ങളിലെത്തുകയും, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ തന്നെയും ലോകത്തിൻ്റെ ലോക ശ്രദ്ധയിൽ എത്തുന്ന ചില ആധ്യാത്മികമായിട്ടുള്ള ചിലരുണ്ടല്ലോ, നമ്മൾ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും. അവരൊക്കെ എങ്ങനെയാണ് അത്ര അറ്റൈൻ ചെയ്തത്? അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാതെ എങ്ങനെ അവർ ഇത്രയും അറ്റൈൻ ചെയ്തു, ഇത്രയും നേടി എന്നതൊക്കെ അതിൻ്റെ പിന്നിൽ ഒത്തിരി ഫൈറ്റ്, ഒത്തിരി ഡെസ്റ്റിനി, ഒരുപാട് നിഗൂഢമായിട്ടുള്ള സത്യങ്ങൾ കൂടി ഉണ്ട്. ഇല്ലെങ്കിൽ ഈ കഴുതയ്ക്ക് പറ്റിയതാവും കുയിൽനാദം അതിന് ജന്മസിദ്ധമായിട്ട് വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്ര സ്വരമാധുര്യം. അത് കഴുതയ്ക്ക് എന്തായാലും ലഭിക്കില്ല എന്ന വാസ്തവികത സ്വീകരിക്കുക. അതുകൊണ്ട് നാം കഴുതയല്ല, എന്നാൽ നമുക്ക് കുയിലിനെ പോലെ നാദസ്വരം മുഴക്കാൻ സാധ്യവുമല്ല. ഇതിനിടയിലാണ് നമ്മളുടെ ജീവിതം. എങ്കിൽ നമുക്ക് സുഖമായിട്ട് ഭൂമി ജീവിതം നയിച്ചു പോകാം. അതാണ് ഈ കഥയുടെ പൊരുൾ. എന്തായാലും ഉക്കുലേലെ മെഡിറ്റേഷൻസിലേക്ക് ഒരു NP സ്കൂൾ ഓഫ് തോട്ട്സ്. സുഗന്ധവും സംഗീതവും ധ്യാനവും അറിവും കോർത്തിണക്കിക്കൊണ്ടുള്ളതാണ് നമ്മുടെ ഉക്കുലേലെ ധ്യാനങ്ങൾ. ഞാൻ കൊല്ലം മെഡിറ്റർ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സിലും കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഹിപ്നോതെറാപ്പിയും ചൈൽഡ് സൈക്കോളജിയും അഡോളസെൻ്റ് കൗൺസിലിങ്ങും ഒക്കെ ഉണ്ട്. ഫാമിലി കൗൺസിലിംഗ്, ഫാമിലി തെറാപ്പി ഒക്കെ ഉണ്ട്, ഹിപ്നോതെറാപ്പി ഒക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം പ്രയോജനപ്പെടുത്തും. 9605743596. നമുക്കിവിടെ ലൈഫ് സ്കിൽസ് ട്രെയിനിങ് കോഴ്സ് ഉണ്ട്. നമ്മുടെ 10 നിപുണതകൾ അത് പരിപോഷിപ്പിക്കാം. അതിന് നമുക്കിവിടെ അതിനനുസരിച്ചുള്ള സെഷൻസ് ഉണ്ട്, വന്ന് അറ്റൻഡ് ചെയ്യാം. വെൽക്കം.